ഒരു വ്യക്തി എപ്പോഴാണ് സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കാന്നറിയോ? എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഞാൻ ജീവിച്ചിരുന്നാലും ഞാൻ മരിച്ചാലും ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് തോന്നുന്ന ആ ഒരു മൊമെന്റ്, ഒരു ജീവിച്ചിരിക്കുന്ന ആൾ മരണത്തെ പ്രണയിച്ചു തുടങ്ങുന്നൊരു സമയമാണ്. ആ ഒരു വ്യക്തി എങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ച് പറയാൻ ഒരുപാട് 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 കഥകൾ പലർക്കും ഉണ്ടാവും. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് പറയാൻ ഒറ്റൊരു കഥയേ ഉണ്ടായിരുന്നു. ആ കഥ കേൾക്കാൻ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. സ്വന്തം ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് വരുന്ന സമയത്ത് തനിക്കെന്ന് പറയാൻ 5 മിനിറ്റ് മാറ്റി വയ്ക്കാൻ ഒരാൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ആവില്ല എന്ന് ചിന്തിക്കുന്നവരാണ് 100-ൽ 90 പേരും. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും പലപ്പോഴും ഭയങ്കര സങ്കടത്തിൽ പൊളിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു ജഡ്ജും ചെയ്യാതെ നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് നിനക്ക് ഞാനില്ലേന്ന് ചോദിക്കുന്ന ഒരാൾ. ആ ഒരാളായിരിക്കും ചിലപ്പം നമ്മളെ പലപ്പോഴും നമുക്ക് മരണത്തിൻ്റെ ആ ഒരു മൊമെൻറ്റിൽ എത്തിയ സമയത്ത് നമ്മളെ പിന്നോട്ട് വലിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഒരു സൂയിസൈഡിലേക്ക് ചിന്തിക്കുന്നവരും അതിലേക്ക് എത്തുന്നവരും പലപ്പോഴും നമ്മുടെ കൂടെ ചേർന്ന് നിന്നിട്ടുള്ള ഫ്രണ്ട്സോ ഫാമിലിയിലുള്ളവരായിരിക്കും. പക്ഷേ നമ്മൾ വിചാരിക്കും അവർ ഭയങ്കര ഹാപ്പിയാണ്, പുറത്ത് എപ്പോഴും ചിരിച്ച് കളിച്ച് അവർ ഭയങ്കര ഓണായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അവരുടെ മനസ്സിലുണ്ടല്ലോ പലരോടും പറയാനാവാതെ പലരും മനസ്സിലാക്കാതെ വിങ്ങി പൊട്ടി കരഞ്ഞ് അങ്ങേയറ്റം ഭ്രാന്തമായ അവസ്ഥയിലൂടേക്കും പോയിട്ടുണ്ടാവുക. ഒരൊറ്റൊരാൾ അവൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവന് വേണ്ടി ഒരു 5 മിനിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പം ഇന്ന് നമ്മളിൽ നിന്നും വിട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളടുത്ത് നിന്ന് മാഞ്ഞു പോയിട്ടുള്ള ഒരുപാട് പേര് ഇന്ന് നമ്മളെ കൂടെ കണ്ടേനെ. ആവശ്യമുള്ളപ്പോൾ കിട്ടണം, അല്ലാതെ ചത്തു കഴിഞ്ഞിട്ട് ഇവരെക്കുറിച്ച് ഒരുപാട് നല്ല കഥകളോ അല്ലെങ്കിൽ അവരുടെ വാല്യൂ ഇങ്ങനെ പൊക്കി അടിച്ചിട്ടൊന്നൊരു കാര്യമില്ല. നൽകേണ്ടതും കിട്ടേണ്ട സമയത്ത് കിട്ടണം. സത്യമല്ലേ? നിങ്ങൾ എത്ര പേര് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരാളെങ്കിൽ ഒരാൾ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ ഞാൻ പെട്ടെന്ന് ഹാപ്പി ആയിരുന്നു, ഞാൻ ഒരുപാട് മെൻ്റലി ഫ്രീ ആയിരുന്നൊക്കെ വിചാരിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. നിങ്ങളോ?